ഭാഗമായിട്ടുണ്ട്. അതൊന്നുകിൽ കമേഴ്ഷ്യലായിരിക്കും, എല്ലാത്തിലും മതപരമായ ചില അംശങ്ങളുണ്ടാവും. അതിലൊരു മുൻനിര നായകൻ കൂടിയായ പൃഥ്വിരാജാണ് അതിൻ്റെ സംവിധായകൻ, മോഹൻലാലാണ് അതിലെ നായകൻ. അവർ ബോധപൂർവമായ ഒരു ശ്രമം നടത്തിയെന്നാണോ? മോഹൻലാലിനെ പോലെയുള്ള ആൾ ഒരു കഥ വായിക്കാതെ ഒരു സിനിമ ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോഹൻലാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്നവരൊക്കെ അവമതിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ എടുത്തപ്പോൾ അതൊന്നും അയാൾ അറിയാതെ ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. ലഫ്റ്റനന്റ് കേണൽ പദവി അദ്ദേഹത്തിന് തിരിച്ചു വാങ്ങണം. ആനുകൂല്യങ്ങളൊന്നും പറ്റിയെന്നില്ലെങ്കിലും ഒരു വലിയ പദവിയല്ലേ. ആ പദവി വഹിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റിനെതിരെയുള്ള ഒരു പടയോട്ടത്തിന് അദ്ദേഹം നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തിരിച്ചു വാങ്ങണമെന്നുള്ള അഭിപ്രായം. ഞങ്ങളതിന് കേസും അങ്ങനെ ഒരു പ്രമേയമുള്ള സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു എന്നുള്ളതാണ് ശരി തന്നെ. ഈ ഒരു പ്രമേയം എന്ന് പറഞ്ഞ ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് ഒരു കഥയിൽ എന്തെങ്കിലും വരുന്ന സമയത്ത് ഈ കഥയിൽ ഈ പ്രമേയം ഉണ്ടോ ഇല്ലെന്നുള്ളതൊന്നും ഇതൊരു കഥ പറയുന്ന സമയത്ത് ഞാനൊരു ഡയറക്ടറും റൈറ്ററുമാണ്. നമ്മൾ കഥ പറയുന്ന സമയത്തും അത് കഴിഞ്ഞ് പടം വരുന്ന സമയത്തും ഉണ്ടാവുന്ന കഥയിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഞാൻ മോഹൻലാലിന്റെ വെള്ളപൂശാനോടില്ല. ഈ പറയുന്ന കാര്യത്തിൽ വല്ല കാമ്പും വേണം. ഈ ലഫ്റ്റനന്റ് പദവിയുടെ പദവിയിൽ നിങ്ങൾ പോകുന്നത് അത് മഹാശുദ്ധ വിട്ടിത്തരം. നിങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ. പക്ഷേ ഈ ലഫ്റ്റനന്റ് പദവി എടുക്കണം എന്ന് പറയുന്നത് ലഫ്റ്റനന്റ് പദവി എന്ന് പറയുന്നത് ആർമി കൊടുത്തിരിക്കുന്ന ഒരു ഓണറി പദവിയാണ് റൈറ്റ്. അത് എങ്ങനെയാണെങ്കിൽ അത് ഇവിടുത്തെ യൂത്തിനെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡ് അംബാസിഡറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ ആർമിയെ അപകീർത്തിപ്പെടുത്തുന്ന നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഒരു പടത്തിൽ ഒരു ഹീറോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു റേപ്പ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ആ സീനിന് വേണ്ടിയിട്ട് അവരത് ചെയ്തിരിക്കും. അതിന്റെ അർത്ഥം അങ്ങനെ ഒരു റേപ്പിസ്റ്റ് ആണെന്നുള്ളതല്ലോ. അപ്പൊ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ലഫ്റ്റനന്റിന്റെ പുറകിൽ പോകുന്ന കാണുമ്പോൾ എനിക്ക് വളരെയധികം എന്ന് പറഞ്ഞാൽ എനിക്കത് വളരെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ വേറെ എന്ത് പറഞ്ഞു ഈ ലഫ്റ്റനന്റ് പദവി എടുക്കണം. ഇത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ലഫ്റ്റനന്റ് പദവി തിരിച്ചു കൊടുക്കണം. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്. പിന്നെ ബി.ജെ.പിക്കാർ പറഞ്ഞു, ഞാനൊരു ബി.ജെ.പിക്കാരാണ്, ഞാൻ സ്റ്റേറ്റിന്റെ വൈസ് പ്രസിഡന്റാണ്. ഞാനൊരു കാര്യം ഞാനിപ്പോൾ ഏതായാലും ഈവനിങ് ഞാൻ ലൈവിൽ കരുതി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് സെൻസറിനകത്ത് 2 ബി.ജെ.പിക്കാരുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ സെൻസർ ബോർഡിനകത്ത് ഈ പ്രതിനിധികൾ കുറേ എണ്ണം കരുതിപ്പില്ല. ഇനിയെങ്കിലും ബി.ജെ.പി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലുള്ള സെൻസേഷൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് വെക്കുന്നത് ഈ ബാക്ക്ഡോർ എൻട്രി എന്ന് പറഞ്ഞ് ശുപാർശക്കാരെ കൊണ്ട് കയറ്റി പാർട്ടിയെ കുറിച്ചോ അല്ലെങ്കിൽ ദേശീയപരമായിട്ടുള്ള ആശയങ്ങൾ ഒന്നുമില്ലാത്ത ആളുകളെ പിടിച്ചിട്ട് ഇതുപോലെ സെൻസർ ബോർഡ് കയറ്റിത്തരുത്. സെൻസർ ബോർഡിന് പിഴവ് സംഭവിച്ചു എന്നാണ്. ഇല്ല, അതാണ് ഇവർ പറയുന്നത്. സെൻസർ ബോർഡിൽ 2 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അവരൊന്നും പറഞ്ഞില്ല. ആകെ എന്താണ് അപ്പൊ സ്ത്രീകളെ ഇതാക്കുന്നത് മാത്രം കട്ടികളത്തിൽ വേണമെന്ന് പറഞ്ഞ് വേറെ കട്ടിക്കണം. ഞാൻ ഇവിടെ ഇരിക്കുന്നത് താങ്കളുടെ അഭിപ്രായത്തിൽ സെൻസർ ബോർഡ് കൈവയ്ക്കേണ്ടിയിരുന്ന സിനിമയാണോ ഇത്? ഈ പറയുന്ന പ്രമേയങ്ങൾ ഒഴിവാക്കപ്പെടണമായിരുന്നു. പ്രമേയങ്ങൾ സെൻസർ ബോർഡിന് ഓൾ ദ റൈറ്റ് ടു ക്ലിയർ ഇറ്റ്. കാരണം ഇതിനകത്ത് ഒരു വർഗീയത ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വർഗീയത ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ അതിനകത്ത് ഫാക്ടുകളെ മറച്ചു വെച്ചുകൊണ്ട് ചില ഫാക്ടുകൾ പുറത്തിട്ട് അവർക്ക് വേണ്ട ഫാക്ടുകളെ മാത്രം എടുത്തിട്ടുകൊണ്ട് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും അത് എന്തുകൊണ്ട് നിങ്ങൾ ആ ഓരോ ഇഷ്യൂ ആണ് എടുത്തിട്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ ട്രെയിൻ കത്തുന്നിടത്ത് തൊട്ടിട്ട് തുടങ്ങിയിട്ടില്ല? അപ്പൊ നിങ്ങൾ മുറിച്ചിട്ടുണ്ട് എന്തോരം മൂടും ഉദ്ദേശം കൊണ്ടാണ് ഈ കഥ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് എന്നുള്ളത് അത് റൈറ്റർ ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. അതിനകത്ത് മോഹൻലാൽ നമ്മൾ എങ്ങനെ വിട്ടം പറയും? അല്ല, മോഹൻലാലിനെ കുറിച്ച് ഇപ്പോൾ ഈ സംഘപരിവാർ നേതാക്കൾ പറയുന്നത് അതിൽ ഈ അർഹതയുള്ള പലരെയും ഒക്കെ ഒഴിവാക്കിയാണ് അദ്ദേഹത്തിന് അത് കൊടുത്തത് എങ്കിൽ നിയമപരമായി തന്നെ അത് ഒഴിവാക്കേണ്ട ചുമതല കൂടിയുണ്ട്. അതായത് ഭരണകൂടത്തെ കരുവാരി തേക്കുന്ന ഒരു പ്രമേയം സിനിമയിൽ അഭിനയിക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു. മോഹൻലാൽ കഥ മുഴുവൻ കേട്ടില്ല എന്നൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ വരരുത് എന്നുകൂടിയാണ് ഈ ബി.ജെ.പി നേതാക്കൾ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു കഥയിൽ എന്തുണ്ട് ഏതുണ്ട് എന്നുള്ളത് ഈ നടൻ കേൾക്കും, കഥ അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം ഓവറോൾ ഇന്ന് നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ? ന്യൂസിലിരിക്കുന്ന ആളുകൾ